സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ കളിക്കാൻ പോകും. ഇന്നത്തെ വീഡിയോ നമ്മളൊന്നുമല്ല കളിക്കാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി ഒരു മോഡ് ഇൻസ്റ്റാൾ വീഡിയോ ആണ്, കൂടത്തെ ഒരു ഗെയിം ഇൻസ്റ്റാളിങ് വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ എല്ലാം കുറേ നാളായിട്ട് നിങ്ങൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വൈറലാവുന്ന മിക്ക വീഡിയോയും നമ്മുടെ യൂറോ ട്രക്ക് സിമുലേറ്ററിനെ പറ്റിയുള്ള വീഡിയോ ആയിരിക്കും. യൂറോ ട്രക്ക് സിമുലേറ്റർ എന്ന് പറയുന്നത് ഒരു ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഒരു യൂറോപ്പിലുള്ള ഒരു ഇന്തോനേഷ്യയിലുള്ളത് അത് വേറെയാണ്. അത് ഇന്തോനേഷ്യ ബസ് സിമുലേറ്റർ അതല്ല, ഇത് യൂറോ ട്രക്ക് സിമുലേറ്റർ ആണ്. ഇന്നത്തെ വീഡിയോ കൂടി ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പം അതിനായിട്ട് നമ്മൾ വേണ്ടത് കുറച്ച് മോഡ്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ആ സംഭവങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതാണ് എൻ്റെ മോഡെന്ന് പറയുന്നത്. ഇത് ഈ കാണുന്ന എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാണ്. ഒരെണ്ണത്തിൻ്റെ MB എന്ന് പറയുന്നത് ഏകദേശം 2 GB ആണ്. അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് നേരം എടുക്കും. അതുവരെ ഞാൻ കട്ട് ചെയ്തായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ഉണ്ട് യൂറോ ട്രക്ക് സിമുലേറ്റർ 2 വേർഷൻ 1.31 എന്ന് പറഞ്ഞൊരു വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ടു എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പം ഞാനിത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അതിൽ ജസ്റ്റ് എക്സ്ട്രാക്ട് ടു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഏകദേശം ഒരു മിനിറ്റോളം എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ആവാൻ. അതായത് ഇതൊരു കുറച്ച് നേരം എടുക്കുന്ന ഒരു ഗെയിം സെറ്റപ്പാണ്. അതായത് നമ്മുടെ സ്റ്റീമിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെയല്ല, ഇതൊരു ക്രാക്ക്ഡ് വേർഷനാണ്. ക്രാക്ക്ഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു റീപാക്കിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ച് നേരം എടുക്കും. ഏകദേശം ഒരു 1 to 2 മിനിറ്റ് എടുക്കും ഇതിന്. ഓക്കെ, ഏകദേശം 1 മിനിറ്റ് എടുക്കും. നിങ്ങളുടെ കയ്യിലൊരു സ്പെക്കുള്ള PC ആണെങ്കിൽ കുറച്ച് നേരം എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 1 to 2 മിനിറ്റ്സ് എടുക്കും. എനിക്കിപ്പോൾ 30 സെക്കൻഡോ 1 മിനിറ്റോ 45 സെക്കൻഡാണ് എടുത്തത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തോ ഒരു ടൈം. ഏതാണ്ടിത് ഈ സംഭവം ഇവിടെ നമുക്ക് ഇത് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ വെക്കേണ്ട ടൈമൊന്നുമില്ല, അത് ഓൾറെഡി ആയി. അതിൽ ജസ്റ്റ് അവിടെ ഒരു ഫോൾഡർ വരും ഏകദേശം 2.46 GB. അത് ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഇതിലൂടെ 3 സംഭവങ്ങൾ കാണാൻ സാധിക്കും. 1, 2 എന്ന് പറഞ്ഞാൽ അതിൽ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സംഭവം വരും. ഇതൊരു റീപാക്കാണ്, ക്യൂബ് റീപാക്ക് എന്ന് പറഞ്ഞൊരു റീപാക്ക്. ഞാൻ വേറെ സ്ഥലത്തോട്ടാണ് ഇത് ബ്രൗസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിടത്തോട്ട് ഇത് ഒന്ന് ബ്രൗസ് ചെയ്തിട്ട് അവിടെ ഓക്കെ കൊടുക്കുക. പിന്നെ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ അത് കൊടുക്കുക. ഏകദേശം 4 GB ഫ്രീ ഡിസ്ക് തന്നെ വേണം. അത്രയാണ് ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇവിടെ സെറ്റിങ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഏകദേശം കുറച്ച് നേരം എടുക്കും. ഇവിടെ ഡെസ്റ്റിനേഷൻ ഇൻസ്റ്റാൾ. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം അവരുടെ ടൈം ലെഫ്റ്റ് തരും. അതൊരു 1% ആവണം. ഇവിടെ 1% ആയാലേ എത്ര ടൈം എടുക്കുമെന്ന് അവർ തരത്തുള്ളൂ. ഏകദേശം നല്ല ബിഗ് ഫയലാണ്. ഏകദേശം 45 to 25 GB ഉള്ളൊരു ഫയലാണ്. അവിടെ 4 GB എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് അത്രയൊന്നും അല്ല, അത് കൂടുതലാവും. ഏകദേശം അത്രയൊക്കെയാവും. ഏകദേശം ഒരു 10 GB 15 GB 20 GB വരെ മാക്സിമം ഞാൻ ഈ ഒരു 1.31 പറയുന്നത്. അതായത് അത്യാവശ്യം നല്ല ടൈം എടുക്കും. നമുക്ക് ജസ്റ്റ് ആ ഒരു ടൈം ലെഫ്റ്റ് ഓക്കെ 5 hours അതവർ അവിടെ കാണിക്കണം അത്ര ആവണമെന്ന്. എന്തായാലും നല്ല ടൈം എടുക്കും, അത് ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. മിക്കവാറും 1 hour 45 minutes ആയിരിക്കും. 1% ആയിട്ട് നമുക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്യാം, എന്നിട്ട് ഞാൻ ആയിട്ട് കാണാം. ആണ് കറക്റ്റ് ടൈം കാണിക്കുന്നത്. 1 hour 60 minutes ഇതാണ് കറക്റ്റ് ടൈം. 1 hour 60 minutes കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബൈ.
പറഞ്ഞ പോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പൊ ഏകദേശം ശകലം നേരം 4 മിനിറ്റ് ആയതേ ഉള്ളൂ, എന്നിട്ടും ഏകദേശം 8 ആവാറായി. ഓക്കെ, ഞാൻ പറയാനൊരു കാര്യം വിട്ടുപോയി. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് എന്തോ സംഭവം എന്ന് മനസ്സിലായി. ഞാൻ എന്തോ ആ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നെന്ന് പറഞ്ഞില്ല. മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൊമ്പൻ ബസ്സിന്റെ മോഡാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഈ ഒരു മോഡിന്റെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താ TMKBS ഇൻ വൺ പാക്ക്, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ മോഡെന്ന് പറയുന്നത്. ഈ 2 മോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട്, മാരുതി സ്കിൻ പൈക്ക് 5-in-1 എന്ന് പറഞ്ഞുള്ളത്. നിങ്ങളുടെ ഡോക്യുമെന്റിൽ അത് ആവുന്നേ ഉള്ളൂ, പക്ഷെ ഇവിടെ നമുക്ക് ഡോക്യുമെന്റിൽ ആയി കഴിയുമ്പം ഒരു യൂറോ ട്രക്ക് സിമുലേറ്റർ 2 എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. ഏകദേശം 5 മിനിറ്റ്സ് ആയപ്പം 9 ആയതേ ഉള്ളൂ. അപ്പൊ ഏകദേശം ഒരു 5 ഏകദേശം ഒരു 15 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആണ് കേട്ടോ, 50 മിനിറ്റ്സ് തന്നെ എടുക്കും. കാരണം 10 മിനിറ്റിൽ അല്ല 10% 5 മിനിറ്റ്സ് ആണെങ്കിൽ അപ്പം 100 ആവാൻ എത്ര നേരം എടുക്കും? അപ്പൊ ആക്ച്വലി നമ്മുടെ ഹീറോ ട്രക്ക് സിമുലേറ്റർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഏകദേശം എനിക്ക് എടുത്ത ടൈം അത്ര നേരം ഒന്നും എടുത്തില്ല, ഏകദേശം 1/2 മണിക്കൂർ എടുത്തു. പറഞ്ഞ ടൈം എടുത്തില്ല. ജസ്റ്റ് ഫിനിഷിൽ കൊടുക്കുവാണ്. ഫിനിഷിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ 2 ഫോൾഡറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. 2 ഫോൾഡർ അല്ല, 2 ഷോർട്ട് കട്ട്. അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വല്ലതും പേസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് 2 അത് ജസ്റ്റ് അതിൻ്റെ ഷോർട്ട് കട്ടാണ്. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഹീറോ ട്രക്ക് സിമുലേറ്ററിൻ്റെ ഡൗൺലോഡ് ആയത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബിന്നുണ്ട്, ഇവിടെ വിൻഡോ 64 ഉണ്ട്, അതുപോലെ തന്നെ വിൻഡോ 84 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ 64ലാണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിനി മോഡ് ഇൻസ്റ്റാളിങ്ങിലോട്ട് കിടക്കാം. ഞാൻ ജസ്റ്റ് ഇത് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫയൽ ലൊക്കേഷൻ നോക്കട്ടെ. സെയിം തന്നെ ആയിരിക്കും, ഞാൻ ക്ലിക്ക് ചെയ്തേ സെയിം തന്നെ ആയിരിക്കാം. ഇത് ബിൻ 86 എന്നാണ് വരുന്നത്. അപ്പോൾ ബിൻ 86ൻ്റെ ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അത് 2 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ആവശ്യമുണ്ട്, അത് പ്ലേ ചെയ്യാൻ മാത്രം മതി. ഇനി നമുക്ക് അടുത്തത് മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഈ 2 ഫയൽ ഉണ്ടല്ലോ, ഈ 2 ഫയല് അത് ജസ്റ്റ് കോപ്പിയോ കട്ടോ എല്ലാം ചെയ്ത് ഡോക്യുമെന്റിൽ വരിക. ഡോക്യുമെന്റിൽ വരാം. യെസ്, യൂറോ ട്രക്ക് സിമുലേറ്റർ 2 എല്ലാം വന്നിട്ടുണ്ട്, പക്ഷേ മോഡ് എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രം വന്നില്ല. വാവ്! ഇതിൽ പ്രൊഫൈൽസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാൻ സാധിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പുറത്തെ പേജിലോട്ട് നമ്മുടെ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഇതിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ബിലാൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് അത് ജസ്റ്റ് എക്സ്ട്രാക്ട് കൊടുക്കാം. ഇതിൽ ഓപ്പൺ ആക്കുക. ഈ സെയിം സാധനം കോപ്പി ചെയ്ത് ഇതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം. അതൊന്ന് റീഫ്രഷ് ചെയ്യാം. ഇത് വേണമെങ്കിൽ അവിടെ കിടക്കട്ടെ, അല്ലേ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. തന്നെ ഇവിടെ മോഡ് സെക്ഷൻ ഇല്ല, ജസ്റ്റ് ന്യൂ ഫോൾഡർ ഉണ്ടാക്കുക. അതിൻ്റെ പേര് MOD മതിയാക്കിയിരിക്കും. ഓക്കെ, മോഡെന്നാക്കാം. ദെൻ നമുക്ക് ETS മോഡ്സിൻ്റെ ഇതിൽ വന്നിട്ട് നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് ഈ 2 സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്ക് ജസ്റ്റ് ഈ മോഡിനകത്തോട്ടൊന്ന് പേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് മ്യൂസിക്കും വേണമെങ്കിൽ ആഡ് ചെയ്യാം, നമ്മുടെ സ്വന്തം, അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇതന്നെ ആക്ച്വലി നമ്മളെല്ലാം ഡൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. സ്കിന്ന് അത് നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. യെസ്, മോഡ്. അങ്ങനെ നമ്മൾ എല്ലാം സക്സസ്ഫുള്ളി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കാം.
ചെറിയൊരു ലാഗ് ഉണ്ട്. ഓ ഇപ്പോഴാ ഒരു ഗെയിമായി. ഞാൻ വീഡിയോ ഇട്ടതിന്റെ കാര്യം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലാഗാണ്. ഞാൻ ഈ OBS ഓഫ് ചെയ്തിട്ട് ഞാൻ നേരെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ലാഗ് എല്ലാം മാറി. ഇപ്പൊ ഞാൻ പറയാം എത്ര FPS കിട്ടുകയാണല്ലേ. അതൊരു സാധനമുണ്ട് FPS കാണാൻ പറ്റുന്നത്. നല്ല ഇപ്പൊ തന്നെ ടൈം പോയി. ചുമ്മാ കളിക്കുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ലൈക്ക് ഞാൻ ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കാരണം ഇപ്പൊ ലോയിലായിട്ടേക്കുന്ന സെറ്റിങ്സ് ഇതാണ് അടിക്കുന്നുണ്ടോ. ലോ സെറ്റിങ്സിൽ എന്റെ OBS ഈ OBS ഞാൻ എന്തെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ പ്ലീസ്. OBS ഓഫ് ആക്കി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, അതിനകത്തല്ല റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പാട്ട് കൊണ്ടാ പോയി, നമ്മളാണല്ലോ ടോപ്പിക്, നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ. നമ്മുടെ ടോപ്പിക്ക് ഗെയിം ഇതിനകത്ത് എങ്ങനെ ആണോ പോട്ടെ. ചന്ദനമണ ചന്തകളുടെ നടയിൽ നടനം തുടങ്ങി രംഗവേദി മംഗളാപരം ശുഭതാളം. ചന്ദനമണി ചന്തകളുടെ അല്ല ചന്ദനമണി എങ്ങനെയായിരുന്നു ആ പാട്ട്? ഞാൻ ഈ സന്ധി എന്നൊക്കെ പറയുന്ന വിഷയം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടങ്ങി രംഗവേദി മംഗളാപുരം ശുഭതാളം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ തന്നെ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ മോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ബൈ. നിങ്ങൾ ട്രൈ ചെയ്യുക, സിമ്പിൾ ട്രിക്കാണ്, ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബൈ.